ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ജോ ആൻഡ് ജോസ് വേൾഡ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ട്രാവൽ വ്ളോഗാട്ടോ. അപ്പം പാരീസിലെ മസ്റ്റ് ആയിട്ട് കണ്ടിരിക്കേണ്ട അട്രാക്ഷൻസ് ആണ് ഞാൻ കാണിക്കുന്നത്. 3 ദിവസമാണ് ഞങ്ങൾ പാരീസ് ട്രിപ്പിന് പോയത്. അപ്പം ഞങ്ങൾ പോയത് ലണ്ടനിൽ നിന്നായിരുന്നു. ലണ്ടനിൽ നിന്ന് 1 hour 20 minutes ഫ്ലൈ ചെയ്തിട്ടാണ് പാരീസിലെത്തിയത്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രെയിൻ എടുത്തും പോകാം. യൂറോസ്റ്റാർ കുറച്ച് എക്സ്പെൻസീവ് ആയതുകൊണ്ടാണ് ഫ്ലൈ ചെയ്തത്. അപ്പം എപ്പോഴും പാരീസിൽ പോകുന്നതിന് മുമ്പ് നിങ്ങൾ കറക്റ്റായിട്ട് പ്ലാൻ ചെയ്തിട്ട് വേണം പോകാനായിട്ട്. പ്രത്യേകിച്ച് 3 ദിവസത്തേക്കൊക്കെ പോകുമ്പോൾ നന്നായിട്ട് പ്ലാൻ ചെയ്ത് അവിടുത്തെ എല്ലാ അട്രാക്ഷൻസും നമുക്ക് 3 ദിവസത്തിനുള്ളിൽ കവർ ചെയ്യാൻ പറ്റും. പാരീസിൽ എല്ലാ സ്ഥലത്തേക്കും നമുക്ക് ട്രെയിനോ ട്രാമോ അല്ലെങ്കിൽ ബസ്സോ യൂസ് ചെയ്യാം. ടിക്കറ്റ് എല്ലാം സെയിം തന്നെ യൂസ് ചെയ്താൽ മതിയാകും. അപ്പം ഞങ്ങൾ അവിടുന്ന് ഒരു ടാക്സി വിളിച്ചാണ് ഹോട്ടലിലേക്ക് പോയത്. കാരണം ഞങ്ങൾ അല്പം ടയേർഡായിരുന്നു, അതുപോലെ തന്നെ ഉറക്കവും ശരിയാവാത്തതുകൊണ്ടാണ് ടാക്സി വിളിച്ചത്. ടാക്സിയൊക്കെ വളരെ എക്സ്പെൻസീവ് ആണ്. ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ട്രെയിനിന് അല്ലെങ്കിൽ ബസ്സിനൊക്കെ പോകുന്നതായിരിക്കും നമുക്ക് ബഡ്ജറ്റ് കുറയ്ക്കാൻ പറ്റുന്നത്. പിന്നെ എല്ലാ അട്രാക്ഷൻസും സോൺ 1 and 2 തന്നെയാണുള്ളത്. ട്രെയിനിന്റെ ടിക്കറ്റ് എല്ലാം തന്നെ എൻട്രൻസിലുള്ള ടിക്കറ്റ് മെഷീനിൽ നിന്ന് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പം മെട്രോയ്ക്കും ട്രാമിനും ബസ്സിനും എല്ലാം സെയിം ടിക്കറ്റ് തന്നെ നമുക്ക് യൂസ് ചെയ്യാം. അപ്പൊ ഈ പോകുന്ന വഴിക്ക് നല്ല അടിപൊളി ബിൽഡിങ്സ് എല്ലാം ഉണ്ട്. അവരുടെ ആർക്കിടെക്ചർ എല്ലാം ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കാണാനായിട്ട്. ഏറ്റവും കൂടുതൽ അട്രാക്ഷൻസ് ഉള്ള സിറ്റിയാണ് പാരീസ്. അതുപോലെ തന്നെ സിറ്റി ഓഫ് ലവ് അല്ലെങ്കിൽ സിറ്റി ഓഫ് ലൈറ്റ്സ് എന്നൊക്കെയാണ് പാരീസ് അറിയപ്പെടുന്നത്. മസ്റ്റായിട്ട് കണ്ടിരിക്കുന്ന കുറെ കാര്യങ്ങൾ പാരീസിലുണ്ട്. അവിടെയുള്ള ബിൽഡിങ്ങിലെല്ലാം തന്നെ ഒരു പെയിൽ കളറാണ് അവർ കൊടുത്തിരിക്കുന്നത്. ഞങ്ങള് നേരെ ഹോട്ടലിലേക്ക് പോയി ചെക്ക് ഇൻ ചെയ്ത ശേഷം ഞങ്ങൾ അവിടുന്ന് പോന്നു. അപ്പൊ ഇത് ഒരു ട്രെയിൻ സ്റ്റേഷൻ ആട്ടോ. ഇനി നമ്മൾ ഓരോ സ്ഥലങ്ങൾ കാണാൻ വേണ്ടി പോവാണ്. അപ്പൊ ഞങ്ങളെല്ലാം തന്നെ ട്രെയിനിനും ബസ്സിനും ഒക്കെയാണ് പോയത്. കാരണം ഇതെല്ലാം കണക്റ്റഡ് ആയതുകൊണ്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് പോകാൻ പറ്റും. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇതിന് ആപ്പൊക്കെ ഡൗൺലോഡ് ചെയ്താൽ മതി. ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഈ 2 നില ബസ് ആ സിറ്റി ടൂറിന് വേണ്ടിയിട്ട് നമുക്ക് അതിൽ കയറി കഴിഞ്ഞാൽ അവിടെയുള്ള എല്ലാ സ്ഥലങ്ങളും അവർ കൊണ്ട് കാണിക്കും. ഇംഗ്ലീഷിലും ഫ്രഞ്ചിലും അവര് നരേറ്റ് ചെയ്ത് തരികയും ചെയ്യും. ഇനി നമ്മൾ ആദ്യം പോയത് നോട്ടർഡാമിലേക്കാണ്. നോട്ടർഡാം കത്തീഡ്രൽ. ഇതിനകത്ത് എൻട്രി അവർ പെർമിറ്റ് ചെയ്യുന്നില്ല ഇപ്പോൾ. കാരണം ഇതിലിങ്ങനെ ഒരു തീപിടുത്തം ഉണ്ടായിരുന്നു 2019. അതിനുശേഷം അവരിത് ക്ലോസ് ചെയ്തിരിക്കുവാണ്. ഇതിപ്പോഴും സ്റ്റിൽ അവർ റിനോവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. പഴയ ആ തനിമ നിലനിർത്തിക്കൊണ്ട് തന്നെ അവരിത് ബിൽഡ് ചെയ്യാൻ നോക്കുന്നുണ്ട്. അതിനുശേഷം ഞങ്ങള് സിറ്റിയിലൂടെ കുറെ നേരം നടന്നു. നമുക്ക് സെയിൻ റിവർ ആണ് ഈ കാണിക്കുന്നത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഇവർ ഓരോ കെട്ടിടങ്ങളും പണിതിരിക്കുന്നത്. ഭയങ്കര രസമായിട്ട് കാണാനായിട്ട്. ഈ നോട്ടർഡാമിന്റെ മേളിലുള്ള ഏതോ ഒരു സ്തൂപത്തിനായിരുന്നു കത്ത് പിടിച്ചത്. അങ്ങനെ അതിന്റെ റൂഫ് എല്ലാം തകർന്നു പോയായിരുന്നു. പിന്നെ ഞങ്ങൾ പോയത് വേഴ്സേൽസ് കൊട്ടാരത്തിലേക്കാണ്. ലൂയിസ് 14 ആഡംബര ജീവിതവും അധികാരവും എല്ലാം കാണിക്കാൻ വേണ്ടി അദ്ദേഹം പണി കഴിപ്പിച്ചൊരു കൊട്ടാരമാണ്. ഈ കൊട്ടാരം 72 വർഷത്തോളം അയാള് ഭരിച്ചിരുന്നു. കൊട്ടാരത്തിന്റെ ഗേറ്റ് ഗോൾഡൻ, ശരിക്കും സ്വർണത്തിലാണ് അദ്ദേഹം ആദ്യം പണി കഴിപ്പിച്ചത്. പിന്നെ അവിടുത്തെ നിർധരായ ആളുകള് ഒരു ദിവസം അതെല്ലാം തല്ലി തകർത്തു. അങ്ങനെ പിന്നെ അത് ഗോൾഡൻ പെയിന്റ് അടിച്ച് അവര് വേറെ ഗേറ്റ് വെച്ചു. ശരിക്കും തന്റെ കൊട്ടാരത്തിന്റെ ഭംഗി കണ്ട് എല്ലാരും ആകൃഷ്ടരാകാൻ വേണ്ടിയിട്ട് ലോകത്തിന്റെ നാനാ ഭാഗത്തു നിന്ന് ജോലിക്കാരെ കൊണ്ടുവന്നിട്ടാണ് അയാള് ഈ കൊട്ടാരം പണി കഴിപ്പിച്ചത്.
ഇതിനകത്തൊരു അടിപൊളി മിറർ ഹോൾ ഉണ്ട്. കണ്ണാടിയും മാർബിൾസും ഓർണമെന്റ്സും ഒക്കെ കൊണ്ടാണ് ഈ ഹോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അത് ഞാൻ അകത്ത് ചെല്ലുമ്പോൾ കാണിച്ചു തരാം. കൊട്ടാരത്തിന്റെ പുറമേ തന്നെ കുറെ നേരം കണ്ടു നടക്കാനുണ്ട്. ഒരു 6 മണിക്കൂർ ചെലവഴിച്ചാല് പോലും ഇത് ഫുൾ നല്ല രീതിയിൽ ഇത് കാണാൻ പറ്റില്ല. അത്രയ്ക്ക് നടക്കാനും കാണാനും ഉണ്ട്. ചില ഭാഗങ്ങളൊക്കെ അവരിപ്പോഴും റിനോവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. അപ്പം നമ്മൾ പാരീസിൽ പോകുമ്പോൾ എല്ലാം ഓരോ സ്ഥലങ്ങളും കാണാനുള്ള നേരത്തെ ഓൺലൈനിൽ ടിക്കറ്റ് എടുക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഒത്തിരി നേരം നമ്മൾ ക്യൂ ഒക്കെ നിൽക്കേണ്ടി വരും. പിന്നെ ഞങ്ങൾ ചെന്ന സമയത്ത് ഒരു വിന്ററിന്റെ സ്റ്റാർട്ടിങ് ആയിരുന്നു. എന്നിട്ട് പോലും അവിടെ ഭയങ്കര ശ്വാസം വിടാൻ പറ്റാത്തത്ര തിരക്കുണ്ടായിരുന്നു ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും. പിന്നെ പിള്ളേരെയൊക്കെ കൊണ്ടുപോകാതെ ഇരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഒത്തിരി തിരക്കായതുകൊണ്ട് തന്നെ കൂട്ടം തെറ്റിപ്പോവാനും ആള് മിസ്സാവാനൊക്കെ ചാൻസ് ഉണ്ട്. ഞങ്ങൾ പോയിട്ട് തന്നെ എനിക്ക് പലതവണ എൻ്റെ ഹസ്ബൻഡിനെ എടുന്ന് മിസ്സായി. കാരണം അത്രയ്ക്ക് തിരക്കാണ്. നമ്മളിങ്ങനെ ഉന്തി ഉന്തി കൊണ്ടുപോകും ഇതിനകത്ത് കയറി കഴിഞ്ഞാല്. പിന്നെ ഈ രാജാവിന്റെ ജീവിതത്തിന്റെ അധികാരത്തിന്റെയും ആഡംബരത്തിന്റെയൊക്കെയാണ് ഓരോ പ്രതിമകളും ഇതെല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. നല്ല രസമാട്ടോ ഓരോന്ന് കാണാനായിട്ട്. പിന്നെ അതിന്റെ എല്ലാം ഡിസ്ക്രിപ്ഷൻ ഇവിടെ മുമ്പിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ വായിച്ച് ഫുൾ കണ്ടു പോണെങ്കിൽ ഒരു 2-3 ദിവസം എടുക്കേണ്ടി വരുമായിരിക്കും. അപ്പം ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് എല്ലാം എടുത്ത് എല്ലാം ഒന്ന് ജസ്റ്റ് കണ്ടു പോവുകയാണ് ചെയ്തത്. ഒറിജിനൽ മാർബിൾസ് കൊണ്ടാണ് ഈ ഫ്ലോർ ഒക്കെ ചെയ്തിരിക്കുന്നത്. ഓരോ തൂണുകൾക്കും നല്ല ഹൈറ്റ് ഉണ്ട്. ഇതൊരു ചെറിയ ചാപ്പലാണ് ഇതിനകത്തുള്ളത്. അതിനകത്ത് എൻട്രി അവരത് ആ സമയത്ത് പെർമിറ്റ് ചെയ്യണ്ട. എന്തെങ്കിലും പരിപാടികളൊക്കെ നടക്കുമ്പോൾ തുറന്നു കൊടുക്കുമായിരിക്കും. പക്ഷെ നല്ല രസമുണ്ട് അതിൻ്റെ അകവും കാണാനൊക്കെ ആയിട്ട്. ഞാൻ ചെന്നൊരു സെൽഫി ഒക്കെ എടുത്ത് ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോന്നു. ഈ റൂമിനകത്ത് കുറെ വലിയ പെയിന്റിങ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു പ്രൊജക്ടറിൽ അവര് ഒരു ചെറിയ വീഡിയോ ഒക്കെ കാണിക്കുന്നുണ്ട്. അപ്പൊ എല്ലാ രാജാക്കന്മാരുടെ പേരെല്ലാം തന്നെ ഇങ്ങനെ ഇതുപോലെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരു തവണയെങ്കിലും കാണേണ്ട ഒരു സ്ഥലമാട്ടോ പാരീസ്. നമുക്ക് ഒത്തിരി കാണാനുണ്ട്. ഇത്രയും അട്രാക്ഷൻസ് ഉള്ള വേറൊരു സിറ്റി വേറെ ഉണ്ടോന്ന് തന്നെ എനിക്ക് സംശയം തോന്നിപ്പോയി. കാരണം അത്രയും ഭംഗിയായിരുന്നു ആ ഒരു ട്രിപ്പ്. നമ്മൾ നല്ലൊരു ഇഗ്നറി ഉണ്ടാക്കിയിട്ട് വേണം പോകാനായിട്ട്. കാരണം അല്ലെങ്കിൽ നമ്മൾ വെറുതെ ഫ്ലോപ്പായി പോവും. കാരണം ഓരോ സ്ഥലങ്ങളും കാണാനും സമയവും എല്ലാം നോക്കി കറക്റ്റായിട്ട് ഓൺലൈൻ ടിക്കറ്റ് എടുക്കുമ്പോഴൊക്കെ ആണെങ്കിലും നമ്മൾ ആ പോകുന്ന കാര്യങ്ങളൊക്കെ മുൻകൂർ പ്ലാൻ ചെയ്തിട്ട് വേണം നമ്മൾ ടിക്കറ്റ് ഒക്കെ എടുക്കാനായിട്ട്. അപ്പോൾ കറക്റ്റ് സമയത്ത് അവിടെ ചെല്ലുകയും ചെയ്യണം. കാരണം
പുറത്ത് നമ്മൾ ടിക്കറ്റ് ഉള്ളവർക്കും ഉണ്ട് ഒരു വലിയ ക്യൂ, അത് ടിക്കറ്റ് എടുക്കാണ്ട് ചെല്ലുന്നവർക്കും ക്യൂ ഉണ്ട്. അപ്പോൾ ഓരോ സമയത്തും വരുന്നവർക്ക് ഓരോ ക്യൂ ആയിട്ടാണ് അവർ പുറത്ത് നിർത്തിയിട്ട്, എന്നിട്ട് ഞങ്ങൾ ടിക്കറ്റ് എടുത്തിട്ട് പോയിട്ട് തന്നെ ഞങ്ങൾക്കൊരു 30 മിനിറ്റ്സ് അല്ലെങ്കിൽ 40 മിനിറ്റ്സ് സ്പെൻഡ് ചെയ്യേണ്ടി വന്നു പുറത്ത് അകത്ത് കയറാൻ വേണ്ടിയിട്ട്. കൊട്ടാരത്തിന്റെ ഓരോ റൂമും അവര് വാൾപേപ്പറും പലതരം കളറുകളൊക്കെ ചെയ്ത് ഭയങ്കര മനോഹരമാക്കിയാണ് വെച്ചിരുന്നത്. അപ്പൊ ഞങ്ങള് പോയപ്പോ ഞങ്ങളുടെ പിള്ളേരെ എൻ്റെ അനിയത്തിയുടെ വീട്ടിൽ നിർത്തിയിട്ടാണ് പോകുന്നത്. അപ്പം ഈ കൊട്ടാരത്തിന്റെ ഒരു ചെറിയ ഇതാണ് ഇവിടെ ഈ ചില്ലുകൂട്ടിൽ വെച്ചിരിക്കുന്നത്. ശരിക്കും ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് ഇത്രയും കഴിവുള്ളവരെല്ലാം ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നെന്നും, കാരണം ആ പടം വരച്ചിരിക്കുന്നതും അവിടെ ചെയ്തിരിക്കുന്ന ഓരോ കുത്തുപണികളും എല്ലാം കണ്ടു കഴിയുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റത്തില്ല. അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഓരോ കാര്യങ്ങളും അവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ശരിക്കും ഈ ഇതെല്ലാം പണിതിട്ടുള്ളവരെ കൊന്നുകളഞ്ഞു എന്നൊക്കെ പറയപ്പെടുന്നു. അറിയത്തില്ല, കാരണം ഇത് യുണീക്ക് ആയിരിക്കാനും പിന്നെ അവരത് വേറെ ഉണ്ടാക്കാതിരിക്കാനൊക്കെ വേണ്ടിയിട്ട്. ഇത് കഴിഞ്ഞ് പിന്നെ ഈ കൊട്ടാരത്തിന്റെ പുറത്ത് ഒരു വലിയ ഗാർഡൻ ഉണ്ട്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗാർഡൻ ആണ്. പണ്ട് ഈ ഗാർഡൻ എല്ലാ ജനങ്ങൾക്കും വേണ്ടി ഇത് തുറന്നു കൊടുക്കുമായിരുന്നു. കാരണം അദ്ദേഹത്തിന്റെ ആ ഒരു ആഡംബര ജീവിതവും എല്ലാം ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. പക്ഷെ ആ ഗാർഡനിൽ വരുന്നവരെല്ലാവരും തന്നെ നല്ല അടിപൊളി ഡ്രസ്സൊക്കെ ഇട്ട് നല്ല ഭംഗിയായിട്ട് വരണമെന്ന് നിർബന്ധമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞപ്പോൾ അവരത് ക്ലോസ് ചെയ്തിട്ട് ഇപ്പൊ ടിക്കറ്റ് വെച്ചാണ് അവർ അകത്ത് കയറ്റത്തുള്ളൂ. പണ്ട് കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഡ്രസ്സറും അതുപോലെ തന്നെ ആ ഒരു സമയത്തുണ്ടായ കാര്യങ്ങളൊക്കെയാണ് ഈ പടത്തിലൂടെ ഇതിലെല്ലാം കാണിക്കുന്നത്. ഇതൊക്കെ ഇഷ്ടമുള്ളവർ കുറെ നേരം സ്പെൻഡ് ചെയ്തത് വായിച്ചും ഒക്കെയാണ് മുന്നോട്ട് പോകുന്നത്. ഞങ്ങള് ടൈം കുറവായത് കൊണ്ട് പെട്ടെന്ന് കണ്ടിറങ്ങി. കൺസോൾ ടേബിളിലൊക്കെ എന്തുമാത്രം ഭംഗിയിലാണ് കൊത്തുപണിയും അതുപോലെ തന്നെ കളറും എല്ലാം ചെയ്ത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അവർ ഓരോ കാര്യങ്ങളും ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇതൊക്കെ രാജ്ഞിമാരാന്ന് തോന്നുന്നു.
ഇത് ആ ചാപ്പലിന്റെ മേലത്തെ നിലയാണ്. ഇതിന്റെ മേലിലൊക്കെ ഭയങ്കര അടിപൊളി പെയിന്റിംഗ് ഒക്കെ അവർ ചെയ്തിട്ടുണ്ട്. എല്ലാവരും നിന്ന് ഫോട്ടോസ് ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ ഏകദേശം ഒരു 3 മണിക്കൂർ കൊണ്ടാണ് ഈ കൊട്ടാരം കണ്ടു തീർത്തത്. ശരിക്കും ഒന്നും നല്ല രീതിയിൽ വീഡിയോ എടുക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം അത്രയ്ക്ക് തിരക്കായിരുന്നു. ആളുകൾ ഇങ്ങനെ തള്ളി തള്ളി നമ്മളെ അങ്ങ് കൊണ്ടുപോകായിരുന്നു. ഇതിനകത്ത് വെച്ച് തന്നെ ഞാൻ 2 പ്രാവശ്യം ഞങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മിസ്സായി പോയി. ശരിക്കും ഞാൻ അവസാനം എനിക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റാണ്ട് വന്നിട്ട് ഞാൻ പോയി ചോദിച്ചു അവിടെ ആരോടെങ്കിലും ഒന്ന് വിളിച്ചു പറയാവുന്ന. അപ്പൊ അവര് പറയുവാണ് കുഞ്ഞുങ്ങളെ മിസ്സായാൽ മാത്രമേ അവര് അനൗൺസ് ചെയ്യത്തുള്ളൂ. വലിയ ആൾക്കാരെ മിസ്സായാല് പുറത്ത് മറ്റേ ഇറങ്ങി പോകുന്ന എക്സിറ്റിന്റെ അവിടെ പോയി നിന്നാൽ മതി. അപ്പം ഇവര് കണ്ടു കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ നിങ്ങൾക്ക് കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞു. ഇത് അവരുടെ ഒരു ബെഡ്റൂം, പിന്നെ ബെഡും എല്ലാം കൂടിയാണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷാൻഡ്ലേഴ്സ് ഒക്കെയാണ് അവർ തൂക്കിയിരിക്കുന്നത്. സത്യം പറഞ്ഞ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും എവിടെ നോക്കണം എന്നുള്ളത് തന്നെ ഡൗട്ടായി പോവും. ഇത് കണ്ണാടി കൊണ്ടും മാർബിൾസ് കൊണ്ടും ഓർണമെന്റ്സ് ഒക്കെ ഉണ്ടാക്കിയ ഒരു ഹോളാണ്. മിറർ ഹോൾ എന്നാണ് ഇതിന് പറയുന്നത്. ഇതിനകത്ത് ഒത്തിരി ഷാൻഡ്ലേഴ്സ് ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഒത്തിരി കണ്ണാടി കൊണ്ട് ആ സമയത്ത് കണ്ണാടിയൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടുള്ളൊരു ടൈമിൽ അവർ അത്രയും കണ്ണാടി കൊണ്ട് നിർമ്മിച്ചൊരു ഹോളായിരുന്നു ഇത്.
ഇതാണ് ഇതിന്റെ മുമ്പിലുള്ള ഗാർഡൻ. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗാർഡൻ ആയിട്ടോ. നമുക്ക് ഇതിന്റെ അകത്തേക്ക് കുറെ നേരം നടക്കാൻ പറ്റും. പാരീസിൽ ചെന്നാൽ നമ്മൾ ശരിക്കും പറയാൻ നടന്ന് നടന്ന് നമ്മുടെ കാല് തേഞ്ഞു. അത്രയ്ക്ക് നടന്ന് കാണാനുണ്ട്. എല്ലായിടങ്ങളിലും നമുക്ക് വണ്ടിക്ക് പോകാൻ കഴിയത്തില്ല. അപ്പൊ നമുക്ക് ശരിക്കും നടന്നാണ് നമ്മൾ എല്ലായിടത്തും പോയി കാണുന്നത്. പിന്നെ ട്രെയിനും ബസ്സും ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ഓരോ സ്റ്റേഷനിൽ നിന്ന് കുറെ നടക്കാനുണ്ട്. ഓരോ സ്ഥലത്തും ഓരോ അട്രാക്ഷൻസിലേക്കും ഒക്കെ നടന്നാണ് നമ്മൾ പോകുന്നത്. സ്റ്റേഷന്റെ അകത്താണെങ്കിൽ ഒരു ട്രെയിൻ ഇറങ്ങിക്കഴിഞ്ഞാൽ അടുത്ത ട്രെയിൻ പിടിക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി നടക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ഈ ഗാർഡനിൽ ഒരു അടിപൊളി ഫൗണ്ടൻ ഒക്കെ ഉണ്ട്. ഇത്രയും ഏക്കറിലാണ് ഈ ഫുൾ ഗാർഡൻ ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്ക് ഒത്തിരി നടക്കാനുണ്ട് അത് കാണുമെങ്കിൽ. ഇപ്പൊ ഞങ്ങൾ കുറെ ദൂരം പോയായിരുന്നു. ഇതാണ് ഞാൻ പറഞ്ഞ ഫൗണ്ടൻ. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ഇതിന് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അകത്തൊരു ചെറിയ കോഫി ഷോപ്പ് ഉണ്ട്. അപ്പം അവിടെ നമുക്ക് അത്യാവശ്യം ഫുഡും കോഫിയൊക്കെ വാങ്ങിച്ച് കഴിക്കാം. ഞങ്ങൾ ഇവിടെ നിന്ന് കുറച്ച് ഫോട്ടോസ് എല്ലാം എടുത്ത ശേഷം ആ കോഫി ഷോപ്പിലേക്ക് പോയായിരുന്നു. ഈ ഗാർഡന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ പൂക്കളൊക്കെ കുറവാണ്. കൂടുതൽ ഇങ്ങനെ പച്ചപ്പും അതുപോലെ വലിയ മരങ്ങളും അതുപോലെ പ്രതിമകളും ഒക്കെ വെച്ചിട്ടാ. എങ്കിൽ പോലും ഭയങ്കര നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് അവർ ഓരോന്നും കട്ട് ചെയ്തിട്ട് നിർത്തിയിരിക്കുന്നത്. അപ്പൊ നമ്മളിപ്പോ പോകുന്നത് കോഫി ഷോപ്പിലേക്കാണ്. അപ്പൊ ഇതിന്റെ ഉള്ളിലാണത്. അപ്പൊ അവിടെ തന്നെ ബാത്റൂമും എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ കോഫി ഷോപ്പ്. ഞങ്ങൾ അവിടുന്ന് ചായയും പിന്നെ കുറച്ച് കേക്കും ഒക്കെയാണ് ഓർഡർ ചെയ്യുന്നത്. ഇപ്പൊ ഇവിടുത്തെ പാരീസിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കഴിക്കണം എന്ന് പറയുന്നത് ഇവിടുത്തെ ചീസ് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് പല ടേസ്റ്റില് പല രുചിയില് നമുക്ക് ചീസെല്ലാം കിട്ടും. പാസ്ട്രി ഒക്കെ നല്ലതാണ് ഇവിടുത്തെ. പിന്നെ അതുപോലെ തന്നെ കേക്കുകള്, പിന്നെ വേറെ എന്താ, ഇതൊക്കെയാണ് മെയിനായിട്ട് ഇവിടെ കഴിക്കണം, മസ്റ്റായിട്ട് കഴിക്കേണ്ടത്. പിന്നെ ഞങ്ങൾ അവിടുന്ന് പോന്നിട്ട് ഞങ്ങൾ രാത്രിയിൽ സപ്പർ കഴിക്കാൻ പോവാണ്. അപ്പൊ ഞങ്ങളുടെ ഹോട്ടലിന്റെ അവിടുന്ന് കുറച്ച് ദൂരം പോയി കഴിഞ്ഞാൽ നമുക്ക് മക്ഡൊണാൾഡോ അതുപോലെ തന്നെ നമുക്ക് എന്താണോ വേണ്ട ആ ഫുഡൊക്കെ കുറച്ചൊക്കെ കിട്ടും. ഇന്ത്യൻ ഫുഡൊക്കെ ഇവിടെ ഉണ്ട്. പക്ഷെ ഞങ്ങൾ അന്ന് കഴിച്ചത് മാക്കിൽ നിന്നായിരുന്നു. വീണ്ടും നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തി. ഇനി പിറ്റേ ദിവസം രാവിലെ കേട്ടോ ഇത്. ഇനി നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചിട്ട് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പം ഇന്ന് കാണാൻ പോകുന്നത്
അപ്പൊ ഈ തിരക്ക് പിടിച്ചുള്ള പോക്ക് എങ്ങോട്ടാണെന്നറിയോ, നമ്മുടെ ഈഫിൽ ടവർ കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പൊ അത് കാണാൻ വേണ്ടിയിട്ടാണ് ശരിക്കും അവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്നത് തന്നെ. അയൺ ലേഡി ഓഫ് പാരീസ് എന്നാണല്ലോ ഈഫിൽ ടവറിനെ പറയുന്നത്. അപ്പൊ 1889 വേൾഡ്സ് ഫെയർ എൻട്രൻസ് ആയിട്ട് ടെമ്പററി ആയിട്ട് പണിതാണ് ഈ ഒരു ടോളസ്റ്റ് സ്ട്രക്ചർ. അപ്പം ഇതിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് ഒരു 10,000 ടൺ വരും. തുരുമ്പ് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് 7 വർഷം കൂടുമ്പോൾ ഇത് പെയിന്റ് അടിക്കും അവര്. അപ്പം അത് പെയിന്റ് അടിക്കാൻ വേണ്ടിയിട്ട് പെയിന്റ് തന്നെ ഒത്തിരി വേണ്ടി വരും എന്നാണ് പറയുന്നത്. സിറ്റി ഓഫ് ലവ് എന്നാണല്ലോ പാരീസിനെ വിളിക്കുന്നത്. രാത്രിയിൽ ഈ ഒരു ഈഫിൽ ടവറിൽ അവരൊരു ലൈറ്റ് ഇടും. അത് ലൈറ്റ് ഷോ എന്ന് പറയുന്നത് നമുക്കത് ഒരു ഭയങ്കര ഒരു അനുഭവം തന്നെയാണ് അത് കാണുക എന്ന് പറയുന്നത്. അതപ്പോൾ ഒട്ടും മിസ് ചെയ്യരുത്. അപ്പം ഞങ്ങൾ ഈ ലൈറ്റ് ഷോ ഏറ്റവും നന്നായിട്ട് കാണാൻ പറ്റുന്നത് സെയിൻ റിവറിലൂടെ ഒരു ക്രൂസ് ഒരു ഇതെടുത്താൽ മതിയാകും. അപ്പൊ അങ്ങനെ പോകുമ്പോഴാണ് ഇത് ഏറ്റവും ഭംഗിയായിട്ട് കാണാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ഇതിന്റെ താഴെ പോയിരുന്നാലും ശരിക്കും കാണാൻ പറ്റും. പക്ഷെ ആ ഒരു ക്രൂസ് ഷിപ്പിൽ ഇരുന്നുകൊണ്ട് ഇത് കാണുക എന്ന് പറയുന്നത് ഒരു പ്രത്യേക അനുഭവം തന്നെയാണ്. അപ്പം പാരീസിന് സിറ്റി ഓഫ് ലൈഫ് എന്നും ലവ് എന്നും പറയാറുണ്ട്. അപ്പം ഇത് താഴ്ന്ന് കണ്ടപ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമാണ്. അപ്പം ഈ ഒരു ടവർ കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ നേരത്തെ ടിക്കറ്റ് എടുത്തിട്ട് പോകണം. അല്ലെങ്കിൽ ഒരു 1-2 മണിക്കൂറൊക്കെ ക്യൂ നിന്നിട്ട് വേണം നിങ്ങൾക്ക് അതിൻ്റെ അകത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. കാരണം അത്രയ്ക്ക് തിരക്കായിരിക്കും. അപ്പം ഈ ഒരു സ്ട്രക്ചർ പണിതെടുപ്പിച്ചിരിക്കുന്നത് 2 വർഷവും 2 മാസവും 5 ദിവസവും കൊണ്ടാണ് പറയുന്നത്. അപ്പൊ ഇത് ആദ്യം ടെമ്പററി ആയിട്ടാണ് ഇവർ പണിതത്. ഇനി ഇതിന്റെ മേളിലേക്കും പോകാൻ വേണ്ടിയിട്ട് പല ഓപ്ഷൻസ് ഉണ്ട്. ലിഫ്റ്റിലാണ് പോകുന്നത്. അപ്പം ടോപ്പ് ഫ്ലോർ വരെ ഏകദേശം പോകാൻ വേണ്ടിയിട്ട് 26 യൂറോയാണ് ഇതിന് ടിക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത്. സെക്കൻഡ് ഫ്ലോർ പോയിട്ട് വേണമെങ്കിൽ സ്റ്റെപ്പ് കയറി ബാക്കി പോകാൻ പറ്റും. അങ്ങനെ പോകണമെങ്കിൽ 19 യൂറോ ആകത്തുള്ളൂ. അങ്ങനെ പല ഡിഫറെന്റ് ഓപ്ഷൻസും അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഏതാണോ സൗകര്യം അതനുസരിച്ച് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ പറ്റും. ഞങ്ങള് മേള് വരെ ലിഫ്റ്റിനാണ് പോയത്. ഇതിന് മേളിൽ ചെല്ലുമ്പോൾ നമുക്ക് ആ സിറ്റി ഏകദേശം ഫുള്ള് കാണാൻ പറ്റും കേട്ടോ. ഭയങ്കര രസമാണ് കേട്ടോ. പിന്നെ ഇതിന്റെ മേളില് ഒരു സീക്രട്ട് അപ്പാർട്ട്മെന്റ് ഉണ്ട്. പിന്നെ ഇതിന്റെ മേളിൽ വാഷ്റൂം സൗകര്യം എല്ലാം ഉണ്ട്. ഇതിങ്ങനെ ലിഫ്റ്റില് പോകുമ്പോൾ നന്നായിട്ട് വ്യൂ കാണാൻ പറ്റുന്ന സ്ഥലത്ത് നിൽക്കാൻ ശ്രമിക്കണം. അപ്പൊ നിങ്ങൾക്ക് ആ പോകുമ്പോഴും നമുക്ക് ആ ഫുൾ വ്യൂ കണ്ട് പോകാൻ കഴിയും. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ലിഫ്റ്റ് മാറി കയറണം. നമ്മൾ അടുത്ത ലിഫ്റ്റിലേക്ക് കയറാൻ വേണ്ടി പോവുകയാണ്. ഇതിന് ടോപ്പിലേക്ക് പോകാൻ ലിഫ്റ്റിലേക്കാണ് നമ്മൾ കയറാൻ പോകുന്നത്. ഇതിന് മേളിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് സിറ്റി എല്ലാം ഇതുപോലെ ഫുള്ളായിട്ട് കാണാൻ പറ്റും. ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വ്യൂ ആണിത്. ഈ സിറ്റിയുടെ ഇത് സെയിൻ റിവർ ആണ് ഈ കാണുന്നത്.
ഇനി നമുക്ക് ടോപ്പിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ഇതുപോലെ കുറച്ച് സ്റ്റെപ്സ് നോക്കിയാൽ വേണം മുകളിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പൊ ഈ കാണുന്ന ഈ ഗാർഡന്റെ അവിടെയുള്ള ഒരു സ്പോട്ടിൽ നിന്നാണ് ശരിക്കും ഈ മൂവീസിലൊക്കെ വീഡിയോസ് അതൊക്കെ ഷൂട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ അവിടെ ഒരു സ്പോട്ടിൽ നിന്ന് ഫോട്ടോ എടുത്താൽ നമുക്ക് ഈ ടവർ ഫുള്ളായിട്ട് കിട്ടുന്ന രീതിയിൽ നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റും. അങ്ങനെ ഇപ്പൊ ഞാൻ എത്തിയിരിക്കുന്നത് ടവറിന്റെ ഏറ്റവും മേളിലുള്ള ഒബ്സർവേഷൻ ഡെക്കിലാണ്. 324 മീറ്റർ പൊക്കമുണ്ട്. ഇവിടെ ഒരു ഞാൻ ഇപ്പൊ പറയാം ഒരു ഓഫീസ് റൂം കാണാൻ പറ്റും, ഒരു സീക്രട്ട് അപ്പാർട്ട്മെന്റ്. പിന്നെ ഈ സിറ്റിയുടെ 4 സൈഡിലും പോയി നിന്ന് സിറ്റിയുടെ വ്യൂ എല്ലാം കണ്ടു കഴിയുമ്പോൾ നമുക്ക് തിരിച്ചു പോരാം. ഭയങ്കര ഗ്ലെയർ അടിക്കുന്നതുകൊണ്ട് നമുക്ക് ആ വീഡിയോ കറക്റ്റായിട്ട് കിട്ടിയില്ല. ഈഫിൾ ടവർ കാണാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു 2.5 മണിക്കൂറാണ് ഞങ്ങൾ ചെലവഴിച്ചത്. അപ്പം ടിക്കറ്റ് നേരത്തെ എടുത്തുകൊണ്ടാണ് അത്രയും സമയത്തോടെ നമുക്ക് കണ്ടുകഴിയാൻ പറ്റുന്നത്. അപ്പൊ ഇതേ നമ്മൾ ഗാർഡന്റെ അതിന് ഓപ്പോസിറ്റുള്ള ഞാൻ ആ മേലിൽ നിന്നപ്പോ കാണിച്ച ഗാർഡന്റെ അവിടെ വന്ന് ആ സ്പോട്ടിൽ വന്നു കുറച്ച് ഫോട്ടോസ് എല്ലാം എടുത്തു. അപ്പൊ നല്ല അടിപൊളിയായിട്ട് ഫോട്ടോസ് കിട്ടുട്ടോ. ഇനി ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. സിറ്റി ഒക്കെ ഒന്ന് ജസ്റ്റ് കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഹോട്ടലിലേക്ക് പോകും. പിന്നെ ഇനി നമ്മൾ വന്നിരിക്കുന്നത് ആർക്ക് ഡി ട്രയം എന്ന് പറഞ്ഞ സ്ഥലമാണ്. അപ്പൊ ഇതിനും ടിക്കറ്റ് ഓൺലൈനിൽ ബുക്ക് ചെയ്യുന്നതാണ് നല്ലത്, കാരണം അല്ലെങ്കിൽ ഭയങ്കര തിരക്കാണ്. ഇതിന് മേളിൽ വരെ നമുക്ക് കയറാൻ പറ്റും. അപ്പൊ നല്ലൊരു വ്യൂ കിട്ടും കേട്ടോ. വാറിന്റെ ടൈമില് നെപ്പോളിയൻ ഫ്രഞ്ച് റിവല്യൂഷന്റെ ഒക്കെ ടൈമിൽ മരിച്ച സോൾജിയേഴ്സിന് ഓണർ ആയിട്ടാണ് ഈ ഒരു ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം ഇതിനകത്ത് ഓരോ സോൾജിയേഴ്സിന്റെ പേര് കുത്തിവെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു അൺനെയിംഡ് ആയിട്ടുള്ളൊരു സോൾജിയർ ആ ഒരു വാറിന്റെ സമയത്ത് മരിച്ച സോൾജിയറിനെ ഇവിടെ അടക്കവും ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ബോളിവുഡ് മൂവീസിലൊക്കെ കാണിക്കുന്നത് ഈ ഒരു ആർക്ക് ഡി ട്രയംഫ് ആണ്. ഇതിന് മേളിൽ കയറാനായിട്ട് 284 സ്റ്റെപ്സ് ആണുള്ളത്. അപ്പൊ നമ്മൾ സ്റ്റെപ്പ് കയറി വേണം മേളിലേക്ക് പോകാൻ. 1836 ഇത് ഓപ്പൺ ആയത്. ഇതിന് മേളിൽ ചെന്ന് നല്ലൊരു ഗുഡ് വ്യൂ ആണ് കിട്ടുന്നത്. 12 അവന്യൂവിന്റെ സെന്ററിലാണ് ഈ മോണുമെന്റ് ഇരിക്കുന്നത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞങ്ങള് അതിലൂടെ എല്ലാം നടന്ന് നമ്മുടെ ഒരു ഗാർഡനിലാണ് എത്തിയിരിക്കുന്നത്. ഈ ഗാർഡന്റെ പേര് ലക്സംബർഗ് ഗാർഡൻ എന്നാണ്. ശരിക്കും ഇവിടെ ടിക്കറ്റ് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല ഈ ഗാർഡൻ കാണാൻ വേണ്ടിട്ട്. ഇവിടെ ഫൗണ്ടനും അതുപോലെ ഇവിടെ നിന്നാലും നമുക്ക് നമ്മുടെ ഈഫിൽ ടവർ കാണാൻ പറ്റും. അവിടെ ചെന്ന് ഞങ്ങൾ ഷോട്ടൊക്കെ വാങ്ങിച്ചു കുടിച്ചു.
ഈ ഫൗണ്ടന്റെ നടുക്ക് നമുക്ക് കുറച്ചു നേരം ഇരിക്കാനൊക്കെ പറ്റും. നല്ലൊരു വൈബാട്ടോ. അതുപോലെ തന്നെ ഈ ഗാർഡനിലൂടെ കുറച്ച് നടക്കാനൊക്കെ പറ്റും. അവിടെയും ഉണ്ട് ഒരു റെസ്റ്റോറന്റ് ഒക്കെ. ഇപ്പൊ നമുക്ക് അവിടുന്ന് വേണമെങ്കിൽ ഫുഡൊക്കെ കഴിക്കാവുന്നതാണ്. ശരിക്കും ഗാർഡൻ 9 മണിയാകുമ്പോൾ ഇത് അടയ്ക്കും. അപ്പൊ നമ്മുടെ സെയിലിന്റെ അടുത്ത് നിന്ന് 1.5 മണിക്കൂർ യാത്ര ചെയ്തിട്ടാണ് നമ്മൾ ഇവിടെ വരുന്നത്. ഇപ്പൊ നിങ്ങൾ പ്ലാൻ എല്ലാം ഉണ്ടാക്കുമ്പോൾ നിങ്ങളുടെ ഹോട്ടലിൽ അവിടുന്ന് ഓരോ സ്ഥലത്തേക്കും എത്ര ദൂരം ഉണ്ടെന്നും നിങ്ങൾ അവിടെ എത്ര നേരം ചെലവഴിക്കും എന്നുള്ളതെല്ലാം കണക്കാക്കി വേണം നിങ്ങൾ പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ടിക്കറ്റ് ഒക്കെ എടുക്കുമ്പോൾ നിങ്ങൾ ആ കറക്റ്റ് സമയത്ത് ചെല്ലാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ നമ്മൾക്ക് ആ പൈസ വെറുതെ പോകുമല്ലോ. അപ്പൊ അതുകൊണ്ട് നിങ്ങളത് നന്നായിട്ട് ഹോംവർക്ക് ചെയ്ത് വേണം ഉണ്ടാക്കാനായിട്ട്. ഓരോ ബിൽഡിങ്ങിന്റെ ആർക്കിടെക്ചർ അവർ ഒത്തിരി നാള് സമയമെടുത്ത് ഉണ്ടാക്കിയതാണ്. നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. കണ്ടോ, നമുക്ക് ഈഫിൽ ടവറും ഇവിടെ നിന്ന് കാണാൻ പറ്റും. അതിന്റെ ഒരു ചെറിയ ഭാഗം. ഇപ്പൊ ഇവിടെ നിന്ന് കുറച്ച് ഫോട്ടോസ് എല്ലാം എടുത്ത് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഓപ്പറ ഹൗസ് ആണ്. അപ്പം വളരെ ഫേമസ് ആയിട്ടുള്ള നാടകങ്ങളും അതുപോലെ തന്നെ കൺസേർട്ടും ഒക്കെ ഇവിടെ നടക്കുന്ന ഒരു സ്ഥലമാണ്. ഇതിന്റെ അകം കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആട്ടോ. അപ്പൊ ഇതിന്റെ ടിക്കറ്റും ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്തിട്ട് പോകുന്നതാണ് നല്ലത്. അപ്പൊ ഇവിടെ ചെന്നിട്ട് എവിടെ വീഡിയോ എടുക്കണം എവിടെ ഫോട്ടോ എടുക്കണം എന്നുള്ള കൺഫ്യൂഷനിലായിപ്പോയി. കാരണം അത്രയും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഓരോ മുക്കും മൂലം അവർ പണിത് വെച്ചിരിക്കുന്നത്. അടിപൊളി ഷാൻഡ്ലേഴ്സും ഒക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് ഡെക്കറേറ്റ് ചെയ്താണ് ഈ ഒരു ഓപ്പറ ഹൗസ് ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മൾ കുറെ ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്തു. ഇത് അവിടുത്തെ തിയേറ്റർ ആണ്. അതിന്റെ ഭാഗത്ത് കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. നല്ല റെഡ് വെൽവെറ്റ് കൊണ്ടാണ് കൂടുതൽ അവരുടെ ആ ഫിറ്റിയും അതെല്ലാം ഒരു നല്ല ഗോൾഡൻ കളറില് ഭയങ്കര കൊത്തുപണികളോടുകൂടി അവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഓരോ തട്ടായിട്ടാണ് സീറ്റ് എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെ വലിയ നാടകങ്ങളും കാര്യങ്ങളും ഒക്കെ നടക്കുമ്പോൾ ഇവിടെ ഇരുന്ന് കാണാൻ പറ്റും.
അങ്ങനെ ഞങ്ങൾ ഓപ്പറ ഹൗസിൽ നിന്ന് ഇറങ്ങി. ഇനി നമ്മൾ പോകാൻ പോകുന്നത് വളരെ ഫേമസ് ആയിട്ടുള്ള ലൂർവ് മ്യൂസിയത്തിലാണ്. ഇതാണ് നമ്മുടെ ലൂർവ് മ്യൂസിയം. ഇതിന്റെ ടിക്കറ്റ് ഓൺലൈൻ എടുക്കുന്നതായിരിക്കും നല്ലത്, കാരണം അല്ലെങ്കിൽ ഭയങ്കര വലിയ ക്യൂ ആണ്. അപ്പൊ ഓൺലൈൻ ടിക്കറ്റ് എടുത്ത് വരുന്നവർക്ക് സ്കിപ്പ് ദ ലൈൻ ഉണ്ട്, നമുക്ക് ലൈൻ സ്കിപ്പ് ചെയ്തിട്ട് നമുക്ക് പോകാൻ പറ്റും. അപ്പം ലോകത്തിന്റെ ഏറ്റവും വലിയ ആർട്ട് മ്യൂസിയങ്ങളിൽ ഒന്നാണിത്. 15 ഏക്കർ സ്ഥലത്താണ് ഇത് ഇരിക്കുന്നത്. ശരിക്കും ഇതൊരു പാലസ് ആയിരുന്നു, അത് കഴിഞ്ഞ് അത് അവര് വിട്ടുകൊടുത്താണ്. 35,000 ആന്റി കളക്ഷൻസ് ഉണ്ട് ഇവിടെ. ഏകദേശം 75 ദിവസം എടുക്കും. നമ്മളൊരു 60 സെക്കൻഡ് ഉപയോഗിച്ച് ഓരോ ആർട്ടും കാണുകയാണെങ്കിൽ ഫുള്ളായിട്ട് കാണാൻ വേണ്ടിട്ട് 75 ദിവസം എടുക്കും എന്നാണ് പറയുന്നത്. അപ്പം ചില ആളുകളൊക്കെ വന്ന് 1 മാസമൊക്കെ നിന്നാണ് ഓരോ മ്യൂസിയം എല്ലാം കണ്ടുപോകുന്നത്. നമ്മൾ മെയിൻ ആയിട്ട് ഇവിടെ കാണാൻ വന്നതെന്ന് പറയുന്നത് മൊണാലിസയുടെ ഫോട്ടോയും പിന്നെ ഫ്രഞ്ച് റെവല്യൂഷന്റെ സമയത്തുണ്ടായിരുന്നു 1-2 ഫോട്ടോസും, അതുപോലെ ആ മൊണാലിസയുടെ ഫോട്ടോയുടെ ഓപ്പോസിറ്റ് ഉള്ളൊരു നമ്മുടെ കാനായിലെ കല്യാണത്തിന്റെ ആ ഒരു വലിയ ഫോട്ടോ, അതൊക്കെയാണ് മെയിൻ ആയിട്ട് നമ്മൾ കാണാൻ വന്നത്. അപ്പൊ ലിയോണാർഡോ ഡാവിഞ്ചിയുടെ മൊണാലിസ കാണാനാണ് നമ്മൾ ആദ്യം പോയത്. അപ്പൊ അത് കാണാൻ വേണ്ടിട്ട് അപ്പൊ ഒരു മാപ്പ് തരും. ശരിക്കും മ്യൂസിയം ഒത്തിരി വലുതായതുകൊണ്ട് നമുക്കതൊക്കെ കണ്ടുപിടിക്കാൻ വളരെ പാടാണ്. അപ്പൊ അത് നമ്മൾ ആ മാപ്പ് തരുന്നു, കൂടാതെ അത് നമുക്ക് പറഞ്ഞു തരും എങ്ങനെയാണ് പോകേണ്ടത്. അപ്പൊ അത് കാണാൻ വേണ്ടിയിട്ടാണ് ഇവിടെ കൂടുതൽ ആളുകളും വരുന്നത്. അപ്പൊ അവിടെ നല്ല തിരക്കാണ്. അപ്പൊ ശരിക്കും ഇത് പണ്ടൊരിക്കല് ഇവർക്ക് ഇതിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുള്ളത് കൊണ്ട് തന്നെ ഭയങ്കര സെക്യൂരിറ്റിയാണ്. അപ്പൊ ഇതുപോലെ നമുക്ക് ഫോട്ടോ വെച്ച് അവരിങ്ങനെ ആരോ മാർക്ക് കൊടുത്തിട്ടുണ്ടായിരിക്കും. അങ്ങനെ നടന്നു പോയാണ് നമുക്ക് ഈ മൊണാലിസയുടെ ഫോട്ടോ കാണാൻ പറ്റുന്നത്. പോകുന്ന വഴിക്കുള്ള ഓരോ ആർട്ട് വർക്കും എല്ലാം നന്നായിട്ട് കണ്ടു പോകാൻ പറ്റും. ഞങ്ങൾ ശരിക്കും ഓഫ് സീസണിൽ പോയിട്ട് പോലും ഇവിടെ നല്ല തിരക്കായിരുന്നു. ഓരോ ഫോട്ടോയിലെയും കാര്യങ്ങളെല്ലാം തന്നെ അതിന്റെ തീരെ അവർ എഴുതി വെച്ചിട്ടുണ്ട്. അതൊക്കെ വായിച്ചു നോക്കി നമുക്ക് പോകാൻ പറ്റും. അപ്പൊ അങ്ങനെ കാണണമെങ്കിൽ നമുക്ക് കുറെ നേരം വേണം. ഇവിടെ വെച്ച് എനിക്ക് ജിത്തുവിനെ ഒന്ന് മിസ്സായി. അത് കഴിഞ്ഞ് കുറെ നേരം കഴിഞ്ഞാണ് കണ്ടുപിടിക്കാൻ പറ്റിയത്. കാരണം നമുക്ക് ഞങ്ങളുടെ ഒരാളുടെ കയ്യിലെ ഫോൺ ഉണ്ടായിരുന്നുള്ളൂ. കാരണം ഇത് റോമിങ് ആയതുകൊണ്ട് നമ്മൾ രണ്ടുപേരുടെ ഫോൺ വർക്ക് ചെയ്തില്ല. പിന്നെ ഇതിന്റെ അകത്തും ഫോൺ കിട്ടാനൊക്കെ ഭയങ്കര പാടാണ്. അപ്പൊ പോകുമ്പോ എപ്പോഴും ഒന്നിച്ചു പോകാൻ ശ്രമിക്കാം. അപ്പൊ നമ്മുടെ മൊണാലിസയുടെ ഫോട്ടോ വളരെ ചെറിയൊരു ഫോട്ടോ കേട്ടോ, പക്ഷെ ഇത് ബുള്ളറ്റ് പ്രൂഫിനകത്തൊക്കെയാണ് അവർ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. അതിനു മുമ്പിൽ ഭയങ്കര ജനത്തിരക്കാണ്. ശരിക്കും നമുക്ക് ആ ഫോട്ടോ നന്നായിട്ടൊന്നും കാണാൻ പോലും പറ്റില്ല. കാരണം തിക്കി അവരതിന് കുറച്ച് ദൂരത്തായിട്ട് അവരൊരു കയറ് കെട്ടിയിട്ടുണ്ട്. അതിന്റെ അപ്പുറത്തേക്ക് അവർ പോകാനും സമ്മതിക്കില്ല. അങ്ങനെ നമുക്ക് വേണമെങ്കിൽ അതിന്റെ ഫ്രണ്ടിൽ നിന്ന് നമുക്ക് ഇതുപോലെ ഫോട്ടോസ് എല്ലാം എടുക്കാം. ആളുകളുടെ പുറത്തൊക്കെ കയറി നിന്നാണ് ഓരോരുത്തര് കാണുന്നത്. ഇത് ശരിക്കും കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിന് ഓപ്പോസിറ്റുള്ള ആ വലിയ ഫോട്ടോ നമുക്ക് കാനായില് വെള്ളം വീഞ്ഞാക്കിയ
ആ ഒരു ഫോട്ടോയാണ് അതിന്റെ ഓപ്പോസിറ്റ് ഉള്ളത്. ഞങ്ങൾ ഇങ്ങനെ ആ ലൈൻ നിന്ന് കയറി ഇതുപോലെ എല്ലാം ഫോട്ടോസ് എല്ലാം എടുത്തിട്ട് പോന്നു. ഇപ്പൊ ഞങ്ങൾ മെയിൻ ആയിട്ട് കാണാൻ പോയത് ഈ കുറച്ച് ഫോട്ടോസ് ആണ്. ഏകദേശം ഒരു 3-3.5 മണിക്കൂറാണ് ഞങ്ങൾ ഇതിന്റെ ഉള്ളിൽ ചെലവഴിച്ചുള്ളൂ. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളത് ഇതിന്റെ അകത്തൊരു കോഫി ഷോപ്പ് ഉണ്ട്. ഇവിടെ നല്ല അടിപൊളി മാക്രോൺസും അതുപോലെ തന്നെ കോഫിയും ഷേക്കും കേക്കും ഒക്കെ കിട്ടും. മൊണാലിസയുടെ ഫോട്ടോ ഉള്ള കേക്കൊക്കെ നമുക്ക് ഇവിടുന്ന് കഴിക്കാൻ പറ്റും. അപ്പം അടിപൊളി എന്ന് പറഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് ഒരിക്കലും മറക്കാൻ പറ്റില്ല. അത്രയ്ക്ക് ടേസ്റ്റ് ആണ് ഇവിടുത്തെ ഒരു ഫുഡ് എന്ന് പറയുന്നത്. എന്നാൽ അത്രയ്ക്ക് ഈ ഒരു റെസ്റ്റോറൻറ്റ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര കണ്ടിരിക്കാൻ തോന്നും. അത്രയ്ക്ക് നല്ല അടിപൊളി ഡെക്കറേഷൻസും ഷാൻഡൽസും ഒക്കെ വെച്ച് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അവർ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷെ നമുക്ക് ഫുഡ് വാങ്ങിച്ചിട്ട് ഞങ്ങൾക്ക് അത്രയ്ക്ക് ഒത്തിരി പൈസയൊന്നും ആയില്ല. അപ്പം നിങ്ങൾ മസ്റ്റായിട്ടും ഇവിടെ ഒന്ന് വിസിറ്റ് ചെയ്യണം. ഇവിടുത്തെ ആ ഫുഡിന്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. ഞാൻ വാങ്ങിച്ചത് റെഡ് വെൽവെറ്റിന്റെ കേക്ക് ആയിരുന്നു. ഞാൻ പിന്നെ ഒരു കോഫിയാണ് വാങ്ങിച്ചത്. ജിത്ത് വാങ്ങിച്ചത് റെയിൻബോയുടെ മിൽക്ക് ഷേക്കും അതുപോലെ തന്നെ കുറച്ച് മാക്രോൺസും പിന്നെ ഈ മൊണാലിസയുടെ ഫോട്ടോയുള്ള കേക്കുമാണ്. പിന്നെ ഞങ്ങള് ടുയിലറി ഗാർഡനിലാണ് വന്നത്. 15 മിനിറ്റ് വാക്കാണ് ശരിക്കും ഉള്ളത് നമ്മുടെ ലൂർവ് മ്യൂസിയത്തിൽ നിന്നും. വളരെ അടുത്താണ്. അപ്പൊ ഈ ഗാർഡൻ നിങ്ങൾ മിസ് ചെയ്യാതിരിക്കുക. വീണ്ടും നമ്മള് ലക്സംബർഗ് ഗാർഡനിൽ വന്നു. അപ്പൊ അവിടെ കുറച്ചു നേരം വിശ്രമിച്ച ശേഷം ഞങ്ങൾ ആ ഗാർഡൻ എല്ലാം ഒന്നുകൂടി കറങ്ങി കണ്ട് എന്നാൽ ഒത്തിരി പൂക്കളും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും വളരെ കുറച്ചായിട്ട് ആണ് ഒരു പൂക്കൾ ഇതെല്ലാം വെച്ചിരിക്കുന്നത്. പക്ഷെ അതിന്റെ ഒരു ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ എന്തോ അവിടെ ഇരിക്കുമ്പോൾ കിട്ടുന്ന ഒരു വൈബ് ഒരു ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. പിന്നെ നല്ല അടിപൊളി ഫോട്ടോസ് എല്ലാം നമുക്ക് എടുക്കാൻ പറ്റും. ഇനി നമ്മൾ പോകുന്നത് വീണ്ടും നമ്മുടെ ഈഫിൽ ടവറിൻ്റെ താഴത്തുകൂടിയാണ് പോകുന്നത്. സെയിൻറ്റ് റിവറിലൂടെ ഒരു ക്രൂസ് ഷിപ്പിൻ്റെ ട്രിപ്പിനാണ്. അപ്പോൾ അത് 7:30 വൈകുന്നേരമാണ് ഞങ്ങൾ എടുത്തിരുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ട്രിപ്പ് എടുക്കുവാണെങ്കിൽ നമുക്ക് ഈ സിറ്റിയിലെ ലൈറ്റ് നല്ലൊരു ബ്യൂട്ടിഫുൾ വ്യൂ കാണാൻ പറ്റും. സിറ്റി ഓഫ് ലൈറ്റ് എന്ന് പാരീസിന് പറയുന്നത് എന്തുകൊണ്ടാണെന്നുള്ളത് ശരിക്കും നമുക്ക് ഈ ഒരു
ക്രൂസ് ഷിപ്പിലൂടെയുള്ള യാത്രയിൽ നമുക്കിത് മനസ്സിലാവും. അതുപോലെ നമ്മുടെ ഈഫിൾ ടവറിലും അവർ ലൈറ്റൊക്കെ ഇട്ടൊരു ലൈറ്റ് ഷോ ഉണ്ട്. അതും ഒന്നും ഒരിക്കലും മിസ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കണം. കാരണം അത് ഭയങ്കര ഒരു ബ്യൂട്ടിഫുള്ളാണ്. പല സമയത്തും നമുക്കിവിടെ ട്രിപ്പുണ്ട്. അപ്പോൾ നിങ്ങൾ അതനുസരിച്ച് നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് ടിക്കറ്റ് ഓൺലൈൻ ബുക്ക് ചെയ്തിട്ട് വരിക. കാരണം ഓൺലൈനിൽ നേരത്തെ ടിക്കറ്റ് എടുത്തില്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് ടിക്കറ്റൊന്നും കിട്ടത്തില്ല. കാരണം അത്രയ്ക്ക് തിരക്കാണ് അവിടെ. അപ്പോൾ ദേ നമ്മുടെ ഈഫിൾ ടവറിൽ ശരിക്കും ലൈറ്റൊക്കെ ഇട്ട് കഴിയുമ്പോൾ അതൊരു ശരിക്കും സ്വർണം കൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് സംശയം തോന്നിപ്പോവും. അതുപോലെ അതിൻ്റെ മേളിൽ അവർ പല നിറത്തിലുള്ള ലൈറ്റൊക്കെ കൊടുത്ത് അതിങ്ങനെ ഒരു ക്രൗണിൻ്റെ മേളിൽ ഡെക്കറേഷൻ ചെയ്തിരിക്കുന്ന പോലെ തോന്നും. ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ലൈറ്റ് ഷോയാണ് അവർ കാണിക്കുന്നത്. അതപ്പം മിസ്സാവാതിരിക്കാൻ ശ്രമിക്കുക. അപ്പം ഞങ്ങൾ ക്രൂസ് ഷിപ്പിന് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഷിപ്പിൽ കയറാൻ വേണ്ടിയിട്ടുള്ള ആളുകളാണ് ഇവിടെ വെയിറ്റ് ചെയ്യുന്നത്. നല്ല തിരക്കാണ്. അപ്പം വൈകുന്നേരമാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ നന്നായിട്ട് തണുപ്പ് നമുക്ക് സഹിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഡ്രസ്സുകളും തൊപ്പിയൊക്കെ എടുത്തിട്ട് ഗ്ലൗസും എല്ലാം എടുത്തിട്ട് പോവുക. അപ്പോൾ ഇതാണ് നമ്മുടെ ലൈറ്റ് ഷോ. കണ്ടോ എന്ത് ഭംഗിയാണെന്നറിയോ. ഒന്ന് കണ്ണ് അടയ്ക്കാൻ പോലും തോന്നില്ല. അത്രയ്ക്ക് നമ്മൾ നോക്കി നിന്ന് പോവും. ഭയങ്കര രസമാണ്. ഈ ഒരു ലൈറ്റ് ഷോ തുടങ്ങുമ്പോൾ അവിടെയുള്ളവരെല്ലാവരും കിടന്ന് ഒത്തിരി അലയ്ക്കും ഇങ്ങനെ അത് കണ്ടിട്ട്. അപ്പം നമ്മൾ ഷിപ്പിൽ കയറി. ഇനി ഇവർ പോകുന്ന വഴിക്ക് ഫ്രഞ്ചിലും ഇംഗ്ലീഷിലും നന്നായിട്ട് നെറേറ്റ് ചെയ്ത് തരും അവിടെയുള്ള ആ സ്ഥലങ്ങൾ, ഓരോ സ്ഥലങ്ങൾ വരുമ്പോൾ. ഞങ്ങൾ വിൻ്റർ തുടങ്ങുന്ന സമയത്ത് പോയതുകൊണ്ട് തന്നെ നല്ല തണുപ്പായിരുന്നു. അപ്പോൾ ഈ റിവറിലൂടെയുള്ള യാത്രയും കൂടി ആകുമ്പോഴത്തേക്ക് ആ കാറ്റൊക്കെ അടിച്ചിട്ട് നന്നായിട്ട് നല്ല തണുപ്പാണ്. അപ്പോൾ ഞങ്ങൾ ജാക്കറ്റ് എല്ലാം ആയിട്ട് പോയതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ ജാക്കറ്റൊക്കെ എടുക്കാൻ മറക്കാതിരിക്കുക. ഓരോ ഇതിലും ലൈറ്റ് ഇടുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാട്ടോ. ഓരോ സ്ഥലങ്ങളും വരുമ്പോൾ അവർ പറഞ്ഞു തരും നമ്മളോട് എന്താണ് നിങ്ങൾ കാണുന്നതെന്നുള്ളത്. ഞാനാണ് ഈ തണുപ്പ് കാരണം മൂടി പൊതിച്ചിരിക്കുമായിരുന്നു.
중이었습니다. 세무 남쪽에 있는 갤러리에 해외 전국에서 전리품을 가져온 많은 소작품들이 전시되고 있습니다. École des Beaux-Arts, Palais de l'Institut. Construit par Louis Mazarin, le Palais de l'Institut est le siège des acquéreurs de l'Institut. To Svalbard, l'École des Beaux-Arts, the Fine Arts School, and the Palais de l'Institut. Led by Louvre, the Palais de l'Institut is the seat of the academies and the French Institute. A Estrabón, la Escuela de Bellas Artes y el Palacio del Instituto. Fue construido en el siglo XVII para Mazarin. Es la sede de diferentes una sua associazione culturale. Comme le palais de Paris reconstruit depuis, l'hôtel de la Monnaie présente sa façade janséniste. Au niveau de la façade, une porte monumentale en chêne, ornée du chiffre de Louis XV en bronze. You can see the Jansenist facade of the Hotel de la Monnaie, in the middle of its facade, a monumental oak door bears the arms of Louis XV in bronze. Limitaba solamente a la isla de Il piano era capitale, perché quando si chiamava ancora una limitata solo in quel composizione. Le canot est le plus ancien pont de Paris, en 16 et 106. En son centre, la statue équestre du roi Henri IV, au roi de France, qui ont un terme au de la région. The full mill, its construction was completed in 1606. At its center point, the equestrian statue of King Henry IV put an end to the religious wars. El puente nuevo es el más antiguo del país, finalizada en 1600. En el centro se encuentra la estatua de Postre de Enrique IV, que puso fin a las guerras de religión. Il ponte che antica Francia, la sua costruzione si interrompe nel 1606 e il suo centro è la statua equestre di Enrico IV, re di Francia, che mise fine alle guerre di religione. Représente un équilibre parfait de magnifiques discours. The Palais de Justice, rebuilt by Napoleon III, it surrounds the Sainte-Chapelle, a jewel of Gothic architecture from the 13th century. Architecturally, this edifice of stone and glass is a perfect balance of magnificent stained glass windows. Luego, el Palacio de Justicia, reconstruido con imponente estilo. La magnitud de este edificio se impone de la Castilla, joya de la arquitectura gótica europea, revela tout le monde du savoir lorsque les artistes disaient un homme bâti. The Latin center of the traditional university, in the days before knowledge became mobile spread, when Latin was the language of study. On the waterfront, you can see the statue of Charlemagne, Emperor of Rome. The little faces of ancient
Conoces bien la historia de nombres de acá, y tiene que ser un papel de nazi. Starboard, the palace of the Louvre. Made up at first of the spoils of prosthetic Louvres, the Louvre Museum has made many purchases and has received important donations. A estudiar el Palacio del Louvre. En sus inicios, el Museo del Louvre se constituye con el fruto de los trofeos realizados durante las sucesivas campañas militares, y luego a partir de compras y donaciones en general. A Triborgo, il Palazzo del Louvre, costituito all'inizio con bottino vuoto, non era nota sia tetti in seguito in nuove posizioni ed ha beneficiato di importanti donazioni. 为什么是卢浮宫？博物馆最初的收藏来自历次征战掠夺，后来又有了大量的收购和退换。 당연히 보이는 것은 루브르宫입니다. 루브르 박물관은 처음에 수차례 거친 낙타를 전리품으로 세상품에 구성되었으며 이 배경의 안토를 기준으로 확정되었습니다. 소문 당시 화재가 나서 불탔고 현재 풍예로 가능함이 남아있습니다. 뒤편에 있는 마을상과는 장신예술 박물관으로 사용됩니다. Now adorned with statues by Maillot, it is being fully restored. The gardens were made public at the request of the writer Charles Perrault. Jardín de las Tuilerías del Palacio, incendiado en tiempos de la Comuna, solo se conserva el jardín que fuera concebido por Catalina de Médicis. Las esculturas de Mayol adornan el lugar. Actualmente se están realizando trabajos de restauración. Giardino delle Tuileries. Il palazzo, conservato durante la Comune, è uno dei molti punti giardini che praticamente avvenuti da diversi soggetti. Esta plaza, llamada en esta época Plaza de la Revolución, fue escenario de un sinnúmero de ejecuciones capitales. En 1836, Luis Felipe ordenó la instalación del obelisco, donación hecha por Egipto a Francia. Dopo la piazza della Conquista, costruita nel XVIII secolo, fu una piazza reale, concepita da Galileo nel 1792. Questa piazza è la promessa di un parco, non definito il centro di significazione, di cui si l'area l'attuale Roma, la quale sta all'Egitto. The Esplanade and the Hotel des Invalides. It was built by Mossad and now houses Napoleon's tomb and the Army Museum. The dome reaches a height of 107 meters. A babor, la explanada del Palacio de los Inválidos. El Palacio de los Inválidos alberga la tumba de Napoleón y el Museo de las Fuerzas Armadas. La iglesia de los Inválidos y la cúpula fueron construidas por el arquitecto Jules Arden Mossad. Borgo, Esplanade e Hotel des Invalides. Questo palazzo attribuito a Mossad accoglie oggi il sepolcro di Napoleone e il Museo dell'Esercito. La chiesa dei Invalides e il Museo, recentemente trasformati, sono inaugurati dal Comitato di Parigi. Questa è la giungla. Il Milano di Mossad è uguale. Usa il Napoleone e il Giungla. Oggi è senza
restaurants et cinémas animés toute la nuit. Starboard, the Champs-Élysées project. This district is where the dancing girls dance, and where the Cossacks set up camp in 1815. It starts right behind our moorings at Préférence. Today, the most beautiful avenue in the world is at the heart of the distant chic boutiques, restaurants, and cinemas. Lugar, el barrio de los Campos Elíseos. Este barrio comienza está situado en el corazón de un barrio que nunca duerme, donde se encuentran elegantes boutiques, restaurantes y salas de cine. Attendez le quartier des Champs-Élysées. Action to the Free French and the Trocadero Gardens. Frente a ustedes, la estatua del soldado de infantería nos permite apreciar el nivel de las crecidas del Sena. Inmediatamente después vemos el Museo de Arte Moderno y la estatua realizada por Hotel en el momento de los franceses libres. Les Champs-Élysées, le ponte de la nationalité et Champs-Élysées. Vestidos por el ingeniero Gustavo Eiffel. Actualmente es el monumento más visitado, más fotografiado. Desde el tercer piso se ofrece ante nosotros un sueño de la restauración. തണുത്തവർത്തിരിക്കുകയാണ്. ഞങ്ങളെ പണം കാണാൻ പറ്റില്ല. El barrio Charlotte alberga actualmente el Museo del Hombre, el de la Marina, el de los Monumentos de Francia y el del Cine. La visita comprende también el Teatro de Chaillot, el Ciudadano de los Derechos del Hombre y museos de arte. El barrio Charlotte alberga actualmente el Museo del Hombre, el de la Marina, el de los Monumentos de Francia y el del Cine. La visita comprende también el Teatro de Chaillot, el Ciudadano de los Derechos del Hombre y museos de arte. നമ്മൾ പോകുന്നത് സെയിന്റ് ചാപ്പലിലേക്കാണ്. മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു അടിപൊളി ചാപ്പലാണ് സെയിന്റ് ചാപ്പല്. ശരിക്കും ഒരു ഗോത്തിക് സ്റ്റൈലിലാണ് ഇത് പണിതിരിക്കുന്നത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഇതിന്റെ അകമൊക്കെ. സ്റ്റെയിൻഡ് ഗ്ലാസ് വർക്കാണ് കൂടുതലും. 15 മീറ്റർ ഹൈറ്റില് 15 വിൻഡോസ് ഉണ്ട്. അതില് 1100 ഗ്ലാസ് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. ബൈബിളിലെ ഓൾഡ് ആൻഡ് ന്യൂ ടെസ്റ്റ്മെന്റ് ക്യാരക്ടേഴ്സ് ഒക്കെ ഇതിനകത്ത് സീൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ 1248 ഇത് പണി കഴിപ്പിച്ചിരിക്കുന്നത്. പിന്നെ ഇതിന്റെ മുമ്പിൽ സ്ട്രീറ്റ് മ്യൂസിക് ഒക്കെ കേൾക്കാം. അപ്പം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു ചാപ്പല് നിങ്ങൾ മിസ് ചെയ്യാതിരിക്കുക.
ഏകദേശം 10 വർഷം എടുത്താണ് ഇത് പണി കഴിച്ചിരിക്കുന്നത്. പിന്നെ ഞങ്ങൾ പോയ സമയത്ത് ഇതിന്റെ അവിടെ എന്തൊക്കെയോ ഒത്തിരി പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഒത്തിരി ആർമീസും പോലീസുകാരും ഒക്കെ വലിയ തോക്കൊക്കെ പിടിച്ച് നിൽക്കുന്നതുകൊണ്ട് ഞാൻ ഒട്ടും കംഫർട്ടബിൾ ആയിരുന്നില്ല വീഡിയോസ് ഒക്കെ എടുക്കാൻ. അതുകൊണ്ട് ഫോട്ടോസ് ആണ് ഞങ്ങൾ കൂടുതൽ ഇതിനകത്ത് കാണിക്കുന്നത്. ഈ കാണുന്നതാണ് സ്റ്റോൺ പില്ലർ. 3300 ഇയേഴ്സ് മുമ്പാണിത് പണി കഴിപ്പിച്ചത്. ഗോൾഡൻ ചിപ്സ് ഒക്കെ അതിനകത്ത് വെച്ചിട്ടുണ്ട്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫൗണ്ടനും ഉണ്ട്. ഇത് ഭയങ്കര കാണാനായിട്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. അപ്പൊ ഇതിന്റെ ഈ ചെറിയൊരു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.